ഗൈസ് അപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സുലൈമാനി കഴിക്കും മക്കളെല്ലാം എടുത്തോളൂ. കഴിക്കും സൂപ്പർ സാധനം. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാണ്ടല്ലോ നാളെ ഇങ്ങോട്ട് വരും. പറ്റുന്ന ഓക്കെ എടുത്തോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ ഓക്കെ പല വീഡിയോസും നമ്മൾ ചെയ്ത് ചീസ് കേക്ക് എന്താ പറയുക സൂപ്പ് ഒരുപാട് ഐറ്റംസ് ചെയ്ത് നമ്മൾ ഒരു സ്വീറ്റ്സ് ലഡു എങ്ങനെയുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഡു ഉണ്ടാക്കണം എങ്ങനെയാണ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കുറച്ച് കടലമാവ് എടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ കടലമാവ് ഇട്ട് ഇതൊരു കാക്കിൽ കടലമാവ് ഉണ്ടാവും കേട്ടോ. അതിൽ 10-15 ലഡു കിട്ടും. കുറച്ച് കടലമാവ് എടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിടും. ഉപ്പിൽ ആദ്യം ഇട്ടുണ്ടെങ്കിൽ ശകലം സോഡാപ്പൊടി ഇടും. എന്നിട്ട് കുറച്ച് ഒന്ന് കട്ടല്ലാതെ ഒന്ന് കുഴഞ്ഞ് എന്താ പറയുക ഒന്ന് ഇളക്കി ലൂസ് റെഡിയാക്കി വയ്ക്കുക. നമ്മളെ പഴയ വീഡിയോ സപ്പോർട്ട് ചെയ്യണ പോലെ നിങ്ങൾ എന്താ പുതിയ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ജസ്റ്റ് ഉണ്ടാക്കി നോക്കി വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി ശരിയാണ്. തൈരൊന്നും ഇല്ലാണ്ട് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടാവും. നമ്മുടെ മാവ് ഇതേപോലെ ലൂസാക്കിയിട്ടുണ്ടോ നിങ്ങൾ ജസ്റ്റ് കാണിച്ചിട്ട് ഈ കട്ടിങ് ഇല്ലാണ്ട് വളരെ ഇങ്ങനെതാണ്ട ഈ ബാറ്ററി കിട്ടണം സാധനം. ഓക്കെ, എന്നിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ശകലം സോഡ പോയിട്ടല്ല അതിൻ്റെ അന്നൊരു ഗുരുത്വാകർഷണമൊക്കെ നടക്കണം. അപ്പോൾ ആകർഷണം കഴിഞ്ഞ് ഗുരുത്വാകർഷണം നീങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ കുറച്ച് സിറപ്പ് ഉണ്ടാക്കി വെക്കുക. അതിന് നിങ്ങൾക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് എത്ര വെള്ളം എടുക്കുന്നത് അതിൻ്റെ പകുതി പഞ്ചസാര ഇടുക. ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കണേ 1 കപ്പ് പഞ്ചസാര ഇടുക. ഇനി മധുരം എത്ര വേണോ നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടിയിടാനൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ആരും ഒന്നും നിങ്ങൾ പറയില്ല. എന്നിട്ട് നല്ലതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കുറുക്കിയെടുക്കുക. പഞ്ചസാര തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കറാമ്പൂ പട്ട ഒരു ഏലക്ക നല്ല പൊടിച്ചാക്കിയിട്ട് ഒന്നിടുക. അപ്പോൾ നമ്മുടെ റെഡ് കളർ ലഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു കളർ ചേർക്കാം. എന്നിട്ട് ഇനി യെല്ലോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശകലം മഞ്ഞപ്പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് കളർ ചേർത്താലും മതി. നമ്മളൊന്ന് റെഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശകലം ചേർക്കാം, ഓപ്ഷനിലാണ്. ഇഷ്ടമാണ് ചേർത്താൽ മതി. വേണ്ടി നമുക്ക് ഇത് ചെറിയ പൊരിച്ചെടുക്കാം. കടലമാവ് ബൂന്തി ഉണ്ടാക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതുപോലെ പാത്രം വെച്ചിട്ട് നമുക്ക് നിറയെ സാധനമൊക്കെ പൊരിച്ചെടുക്കാം. അധികം കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഇങ്ങനെ ചൂടാക്കി കൊടുക്കാം. കറക്കാം. തീ മീഡിയത്തിൽ വെച്ചോളൂ കേട്ടോ. ഒരു പ്ലേറ്റ് എടുക്കും. നമുക്ക് അധികം ബ്രൗൺ കളർ ആക്കരുത് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. ഒരു 90% കഴിഞ്ഞ് തിരിച്ചെടുക്കാം.
ലഡു ഉണ്ടാക്കാനുള്ള ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കൈയിട്ടൊന്ന് പൊടിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. നല്ല ചൂടുള്ള ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ലഡു ഉണ്ടാക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ്. അപ്പോൾ നമുക്കിതിൽ കണ്ടില്ലേ, നമുക്ക് കഴിക്കണ കാരണം നമ്മൾ ചെറിയ അളവിലുള്ളൊരു കളർ ഇട്ടുള്ളൂ. ഓക്കെ, കടന്നൊക്കെ ഒരു അത്യാവശ്യം കളർ ഉണ്ടാവും. അവനം കഴിക്കുന്ന കാരണം നമ്മൾ കുറച്ച് കളർ ഇട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ കളർ കുറച്ച് കുറവുള്ളത്. ഇതേപോലൊക്കെ ചെറിയ ചൂടിൽ അത് കുഴച്ചെടുക്കണം. റൗണ്ട് ചെറിയ ബോളാക്കി എടുക്കുക. ഏത് ആകൃതിയും എടുക്കുക. കണ്ടില്ലേ, ഇതിൽ മുന്തിരി ഉണ്ടെങ്കിൽ ഒരു മുന്തിരി ഇതേപോലെ വെച്ചെടുക്കുക. എന്ത് നട്ട്സാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ലഡു റെഡി. ചെറിയ ചൂടിൽ തന്നെ എടുക്കണം കേട്ടോ. സെക്ഷൻ ബി റെഡി.